അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മളെ മിന്നുട്ടിൻ്റെ സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റേന് ഓക്ക് ഡാൻസൊക്കെ ഉണ്ടായിന്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോയിന്. അപ്പോൾ ഇന്ന് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇന്നലെ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ കൊണ്ട് വന്നിക്കണേ. പരിപാടിയാണ് കഴിഞ്ഞ് വന്നപ്പം 1:30-2 മണിയാകാനായിക്കണം കേട്ടോ. നിങ്ങളോട് പറയുകയാണെങ്കിൽ കൊയങ്ങിയിട്ട് വയ്ക്കല്ല. അപ്പോഴൊക്കെ നമ്മൾ പത്തിരി ചുടണം കരുതുന്നല്ലാതെ പത്തിരി ഇതുവരെ ചുട്ടിട്ടില്ല കേട്ടോ. കരുതൽ മാത്രമേ ഉള്ളൂ ഇപ്പം. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നല്ല ഒരു ചോറും സാമ്പാറും വൈതലും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാലോ എന്നാണ് വിചാരിച്ച്. ഏതായാലും നമ്മൾ അയലോകത്തെ പെരയിൽ നിന്ന് കുറച്ച് ഒരു 2-3 മുരിങ്ങാക്കായും പൊട്ടിച്ചിക്കണേ. പിന്നെ നമ്മളെ മുറ്റത്തില്ല വൈതലങ്ങമ്മന്ന് 2-3 വൈതലങ്ങയും കിട്ടിയിക്കണേ. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയാണ്ട് ഇട്ടിട്ട് നമ്മൾക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ കുറേ സാധനം വേണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച് കുറേ ഒരു കഷ്ണങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് കഷ്ണങ്ങൾ വെച്ചിക്കാണ്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാൻ. കാരണം തുറക്കുമ്പോഴേക്കും മതി, പെലച്ചക്കും മതിയല്ലോ. അപ്പം ഞാനിതാക്കണേ ഒരു വൈതലങ്ങയും ഒരു കേങ്ങും ഒരു തക്കാളിയും ഒരു ചെറിയൊരു കറൂത്തിയൊക്കെ കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത് വെച്ചിട്ടൊക്കെ ഒരു സാമ്പാർ ഉണ്ടാക്കാം, വൈതലങ്ങ ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ ഇപ്പോൾ ഇതിനൊന്ന് നുള്ളിക്കൂട്ടാനോ നമുക്ക് മുട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ ചങ്ങായിമാരെ കിട്ടിക്കണം കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ഒരുപാട് ചങ്ങായിമാരെ കിട്ടിക്കണം കേട്ടോ. അപ്പം തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്താൽ മതി. ആരും നമ്മൾ നിർബന്ധിച്ചില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേമാതിരി കമൻറ്റ് എഴുതി ഉണ്ടാക്കാനൊക്കെ മടിയില്ലോലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചിഹ്നമൊക്കെ അങ്ങോട്ട് കമൻ്റായിട്ട് അയക്കാട്ടോ. പിന്നെന്താന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എന്തിപ്പോൾ പറയാൻ വിചാരിച്ച് അപ്പം നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോലുമ്പായിട്ടാണ് കേട്ടോ. ഒരു കൃത്യനിഷ്ഠയൊന്നും ഇല്ലാതെ ഒരു വീഡിയോസ് ഇങ്ങനെ ഇടല്. ചിലപ്പോൾ 11:30, 10:30, 11, 12 അങ്ങനെയൊക്കെ മണിയാവും. നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ 2 മണിക്കാണ് കേട്ടോ വീഡിയോ ഇടൽ. അപ്പോൾ ഇന്നാൾ കമൻറ്റിൽ ചോദിച്ചിന് കേട്ടോ ഇതെപ്പോഴാണ് വീഡിയോ ഇടല് എന്നുള്ളത്. അപ്പം ഞാൻ വീഡിയോ ഇടുന്ന സമയം നോമ്പായിട്ടാണ് കേട്ടോ. നോമ്പായതുകൊണ്ടാണ് ഈ 11:30, 12, 10:30 അല്ലെങ്കിൽ നമ്മൾ കൃത്യം 2 മണിക്ക് വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നോമ്പാണ് തുറന്നാൽ മക്കളെ ഐസും വെള്ളം പെയ്യുന്ന പണിയാണ്. ഐസും വെള്ളം കുടിച്ച് കൊല്ലിയും ചങ്കൊക്കെ കാറിൽ തുടങ്ങിയിരിക്കണം കുരക്കുക. അതെത്ര കുടിച്ചാലും തികയില്ല കേട്ടോ നോമ്പ് തുറന്നാലും. കാരണം ഭയങ്കര ചൂടല്ലേ, ഭയങ്കര ദാഹമിക്കാരം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ വൈതലങ്ങയൊക്കെ അരിഞ്ഞ് 2 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടും പിന്നെ ചോറ്റിനുള്ള അരിയൊക്കെ കേകി നമ്മൾ എന്താട്ടി കുക്കറിലിട്ടിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ചോറ് അടുപ്പത്ത് വെച്ചിക്കണ്. പിന്നെ നമ്മളെ കേങ്ങും വൈതലങ്ങയും തക്കാളിയും ഒക്കെ ഇട്ടുകണ്. അപ്പോൾ പരിപ്പിടാൻ മറന്നു കേട്ടോ. പിന്നെ ഉള്ളി ഇടാനും മറന്ന്. പിന്നെ ഞാൻ നമ്മളെ മുരിങ്ങാക്കായ് ഇട്ടുകാണ്ട് പിന്നെ തീം വെച്ചിട്ടുണ്ടോ. ഒക്കെ പാടെ ഒപ്പം തീം വെച്ചാൽ ചിലപ്പോൾ ആ മുരിങ്ങാക്കായ് നമുക്ക് തിന്നാൻ കിട്ടൂല, ഒക്കെ ഓടി. പിന്നെ കുറച്ച് നമ്മളെന്താട്ടി പുളി വെള്ളത്തിലിട്ടിനി അത് ഇതാക്കി. പിന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കാൻ ഇന്ന് നമ്മൾ എന്താട്ടി സമൂസൻ്റെ ഒലിയിൽ ഇന്ന് നമ്മൾ തേങ്ങ നിറക്കണം കേട്ടോ. അപ്പം എന്നും ഉണ്ടല്ലോ എരിവില്ലത് തിന്നണം. ഇന്നൊരു മധുരമുള്ളതായിക്കോട്ടെ എന്ന്, വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടു, 2 ഏലക്കായ് കുത്തിയിട്ടിക്കണ്. പിന്നെ തേങ്ങയാണ് ഇട്ടിട്ടിക്കണത്. അപ്പോൾ ഒന്ന് ചുമക്കണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതാക്കണേ നമ്മളെ തേങ്ങയും പിന്നെ പഞ്ചാര ഇട്ട് കൊടുക്കണം കേട്ടോ. പഞ്ചാര പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ സെറ്റായി വന്നിക്കണേ. നമുക്കത് നിറക്കണം. പിന്നെ നമ്മളെ ചാറ് ഇതാക്കണേ, മുരിങ്ങാക്കായും വെന്തിക്കണം കേട്ടോ. ഞാനതിക്ക് പുളിവെള്ളം പാർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കാനാവുമ്പോൾ നമ്മളല്ല രാവിലെയൊക്കെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എന്ത് കിട്ടിയാലും ഇങ്ങനെ തിന്നാൻ തോന്നും കേട്ടോ. തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നിനും ഒരു കോളുണ്ടാവില്ല കേട്ടോ. ഒക്കെ വെറുതെ ഉണ്ടാക്കി കാരണം ഇത് സാമ്പാറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണ കാണുമ്പോൾ നല്ല പള്ളറച്ച് ചോറൊക്കെ വേവിച്ചിടാന്നൊക്കെ കരുതിനി. പക്ഷേ മക്കളെ വെള്ളം കുടിച്ചോട് കൂടി പിന്നെ പള്ളം ഉണ്ടല്ലോ ഡുമ്മയക്കണേ. അപ്പോൾ പിന്നെ ചോറ്റിനൊന്നും വലിയ പൂതിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുറച്ച് ചോറ് വെച്ചു.
പിന്നെ ഇതാക്കണേ നമ്മൾ കടുകും കരിയേപ്പും ഉലുവയും പൊട്ടിച്ചു, പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ചാറ് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ തുറക്കാൻ നേരത്തും പിന്നെ നമുക്ക് തലച്ചക്കക്ക് മാത്രം മതിയല്ലോ, അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി തൂമിച്ചു, പിന്നെ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, നമ്മളെ വൈതലം കെട്ടു. പിന്നെ ചോറ് ഞാൻ ഗ്യാസിൽ കൊടുക്കാണ്ട് ഊറ്റിയിടാണ് കേട്ടോ, നമ്മളെ തലച്ചക്കും തുറക്കുമ്പോഴത്തേനൊക്കെ അല്ല ചോറ് രണ്ട്. അപ്പം ഇതന്നെ മതി കേട്ടോ, എന്നാൽ തന്നെ ബാക്കി. കാരണം പിന്നെ ഒക്കെ പറഞ്ഞ് മക്കളൊക്കെ നോൻപ് ഒരുക്കാൻ നിൽക്കണവരാണ്, നാളെ നോൻപ് ഒരുക്കണം. അപ്പോൾ പിന്നെ ഇനി പഴഞ്ചോറ് ഉണ്ടായിട്ടും കാര്യമല്ല, ആർക്കും വേണ്ടി വരില്ല കേട്ടോ. മീനോട്ടും സായിയൊക്കെ നോൻപ് ഒരുക്കണം പറയുന്നുണ്ട്. പിന്നെ ഇതാക്കണേ ഞാൻ നമ്മളെ വൈതലങ്ങ ഉപ്പേരിയൊക്കെ റെഡി ആയിക്കണ്. അപ്പോൾ അതൊന്ന് മൂടി വെച്ചു. അപ്പോൾ ഇതാക്കണേ ഞാൻ ഇതാക്കണം കേട്ടോ, നമ്മളെ സമൂസേൻ്റെ ഓലയൊക്കെ നിറച്ചിക്കണം കേട്ടോ. അപ്പം മുട്ട പൊരിച്ചണം, അതേമാതിരി പപ്പടം പൊരിച്ചാണ്ട്. അപ്പോൾ ഇതാക്കണേ ഞാൻ നമ്മളെ സമൂസയൊക്കെ ഇതാക്കണം ഞാൻ എണ്ണയിലിട്ട് കണ്ട് പൊരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ഇന്ന് നമ്മളോട് തുറവിയാണ് കേട്ടോ. അപ്പോൾ അതിന് നേരം ഉണ്ടാവുമല്ലേ എന്നൊന്നും അറിയില്ല വീഡിയോ എടുക്കാൻ. അപ്പോൾ വീഡിയോ പറ്റുകയാണെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സമൂസയൊക്കെ ഞാൻ പൊരിച്ച് കോരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മിന്നോട്ടേക്ക് നറക്കാത്തൊരു സമൂസ ഉണ്ടാക്കി തരേണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓക്കൊരു നറക്കാത്തൊരു സമൂസ ഉണ്ടാക്കിയിരിക്കണ്. പിന്നെ ബാക്കി പപ്പടം പൊരിച്ചു, നമ്മളെ സമൂസ ഇതാക്കണ് പൊരിഞ്ഞ് വന്നിക്കണ്. പിന്നെ മുട്ട പൊട്ടിച്ചു, ചട്ടിയിൽ പാർന്ന് കൊടുക്കാണ് കേട്ടോ. എണ്ണ ഒന്ന് പെരട്ടി കൊടുത്തിട്ട് നമ്മളെ മുട്ട ചട്ടിക്കാണ് പാർന്ന് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അവിടേക്ക് ഇവിടേക്കൊക്കെ ആക്കി സെറ്റാക്കി എടുത്ത് ഒരു ലോഡ് പാത്രം മോറാണ്ട് അത് മുഴുവനും മോറി വെക്കണം. അതൊക്കെ മോറി വെച്ചു, ജ്യൂസ് അടിച്ചു. ഇത് നല്ല കറുത്താണ്ട് ഉണ്ടാക്കിയ ജ്യൂസാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ച് തരണ്ട കേട്ടോ നിങ്ങൾക്ക്. ഇൻഷാ അല്ലാ ഞാൻ ഇവിടെയുണ്ട്. നല്ല സൂപ്പർ നമ്മളെ കറുത്തൻ്റെ ജ്യൂസാണ് കേട്ടോ. ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാനായിക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ആ ജ്യൂസിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് കാണിച്ചു തരാം. നമ്മളെ ഇളനീൻ ജ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ പോലെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആ വീഡിയോ നാളെ ഞാൻ ഇടണ്ട് കേട്ടോ. കാരണം നോമ്പ് തുറപ്പിച്ചൽ ആവുമ്പോൾ നമ്മളോടാവുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ഗതികേടായി. കാരണം അതുകൊണ്ട് ഞാൻ ഈ ഒരു കറുത്ത ജ്യൂസ് ഇടാമെന്നാണ് വിചാരിച്ചിരിക്കണേ.